ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. സംസ്ഥാനത്ത് വീണ്ടും ബാർ കോഴ വിവാദം. മദ്യനയത്തിൽ ഇളവ് തേടാൻ 2.5 ലക്ഷം വീതം നൽകാൻ ബാർ ഉടമകളോട് സംഘടനാ നേതാവ് ആവശ്യപ്പെടുന്ന ശബ്ദരേഖയാണ് 24 ലഭിച്ചത്. ഇടുക്കിയിലെ ബാർ ഉടമകളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലാണ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനിമോൻ ഈ ഓഡിയോ സന്ദേശം അയച്ചത്. പുതിയ പോളിസി ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ വരുന്നതാണ്. അതിനകത്ത് നമ്മളിപ്പോൾ 1-ാം തീയതി ഡ്രൈഡേ എടുത്തു കളയും. ബാക്കി സമയത്തിൻ്റെ കാര്യങ്ങളൊക്കെ അന്ന് കഴിഞ്ഞ ജനറൽ ബോഡി മീറ്റിങ്ങിന് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്തു തരുന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കണം. അതിനാരും ഇതുവരെ ഇടുക്കി ജില്ലയിൽ നിന്ന് ഇത്രയും ഹോട്ടൽസ് ഉള്ളതിൽ ഒരു ഹോട്ടൽ, അതായത് സ്പൈസ് ഗ്രൂ ഹോട്ടൽസ് അണക്കര 2.5 ലക്ഷം രൂപയിലാണ്ട് ഒരു ഹോട്ടലും തന്നിട്ടില്ല എന്നുള്ള വിവരം എല്ലാവരും അറിയിക്കുകയാണ്. വലിയൊരു ഗ്രൂപ്പ് കൊടുത്തു എന്ന് പറഞ്ഞാൽ ആകപ്പാടെ അവരൊരു 4 ലക്ഷം രൂപ ഇവിടെ കൊടുത്തായിട്ട് കംപ്ലീറ്റ് കണക്കും കാര്യങ്ങളും പ്രസിഡന്റ് ഇവിടെ വെച്ച് പറഞ്ഞു. ഇത് നമ്മൾ അങ്ങോട്ട് കൊടുക്കാം. ഇതുവരെ 1/3 ആണ് ടോട്ടൽ കളക്ഷൻ ഓൾ ഓവർ സ്റ്റേറ്റിൽ നിന്ന് കിട്ടിയേക്കുന്നത്. ഇത് നമ്മൾ കൊടുക്കാണ്ട് ആരും നമ്മളെ സഹായിക്കില്ല. ആരുമായിട്ടും ആർക്കും വേറെ ബന്ധങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. അതുകൊണ്ട് 2.5 ലക്ഷം രൂപ വെച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റുന്നവർ 2 ദിവസത്തിനുള്ളിൽ ഈ ഗ്രൂപ്പിലിടുക. പുറത്തു വന്നത് സംഘടന സസ്പെൻഡ് ചെയ്ത അംഗത്തിന്റെ ശബ്ദരേഖയാണ് എന്ന് ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ പ്രസിഡന്റ് വി സുനിൽകുമാർ വിശദീകരിക്കുന്നുണ്ട്. എന്തെങ്കിലും ചെയ്യണമായിരുന്നെങ്കിൽ അന്ന് ബാർ തുറന്നു തന്നപ്പോഴാണ് ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ അതിനുശേഷം ഒരു ചർച്ചയും ഒരു ഭാഗത്തും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ അങ്ങനെ ഞങ്ങളോട് ഒരിക്കലും ഈ ഗവൺമെൻറ് ഒരു ആവശ്യത്തിനും അത്തരത്തിലൊരു ആവശ്യത്തിനും ഞങ്ങളെ സമീപിച്ചിട്ടില്ല. ഇടുക്കിയിൽ അനിമോനടക്കമുള്ള ചില ആളുകളും കൊല്ലത്തുള്ള ചില ആളുകളും ഒക്കെ ചേർന്നുകൊണ്ട് വേറൊരു സംഘടന രൂപീകരിക്കുന്ന തരത്തിലേക്കുള്ളൊരു പ്രവൃത്തി ആരംഭിച്ചിട്ട് ഒരു 2 മാസത്തോളമായി. ഇപ്പോൾ സംഘടനയ്ക്ക് നിരക്കാത്ത രീതിയിൽ വേറൊരു അസോസിയേഷൻ രൂപീകരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി എന്നുള്ളത് കൊണ്ട് തന്നെ അനിമോനെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. മദ്യനയവുമായി ബന്ധപ്പെട്ട് ബാർ ഉടമകളുമായി സർക്കാർ ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്ന് മന്ത്രി എം പി രാജേഷും പ്രതികരിച്ചു. ഡ്രൈഡേ മാറ്റാൻ സർക്കാർ തീരുമാനിച്ചിട്ടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. സർക്കാർ മദ്യനയത്തിൻ്റെ ആലോചനകളിലേക്ക് കടന്നിട്ടില്ല. മദ്യനയത്തിൻ്റെ ചർച്ചകൾ പ്രാരംഭ ചർച്ചകൾ പോലും ആയിട്ടില്ല. അപ്പം അത്തരമൊരു സാഹചര്യത്തിൽ ഇങ്ങനെ മദ്യനയത്തിൽ ചില കാര്യങ്ങൾ നടപ്പിലാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പണപ്പിരിവിന് ശ്രമിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. ഒരു തരത്തിലും അത് വെച്ചുപൊറുപ്പിക്കില്ല. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്തുനിന്ന്. ഷഫീദ്, ഇതിലിപ്പോൾ ഈ അനിമോൻ എന്ന ഇടുക്കി ജില്ലയിലെ നേതാവിന്റെ സംഭാഷണത്തിൽ പണം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത ഒരു ബാർ ഉടമയുടെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ പേര് പറയുന്നുണ്ട്. വേറൊരു വലിയ ഗ്രൂപ്പ് ഇതിനോടകം നൽകിയതിൻ്റെ കഥയൊക്കെ പറയുന്നുണ്ട്. ആ സംഭാഷണം കേൾക്കുമ്പോൾ നമുക്കറിയാം അത്തരം ചില പേരുകൾ പരാമർശിക്കുന്നുണ്ട്. ഇപ്പോൾ അസോസിയേഷൻ സംസ്ഥാന നേതാക്കളൊക്കെ അത് തള്ളിപ്പറയുന്നുണ്ടെങ്കിലും അപ്പോൾ ഇതിൽ ചില ഇടപാടുകൾ നടന്നു എന്ന മട്ടിൽ തന്നെയാണ് ഈ ഭാരവാഹി സംസാരിക്കുന്നത്. ഇത് UDF സർക്കാരിൻ്റെ കാലത്ത് ബാർ കോഴ അതിൻ്റെ 2ാം ഭാഗം എന്ന നിലയിൽ തന്നെ വേണമോ കാണാൻ? അതിലെ സർക്കാരിൻ്റെ അല്ലെങ്കിൽ എക്സൈസ് വകുപ്പിൻ്റെ മന്ത്രിയുടെ ഒക്കെ പ്രതിരോധം അത് എന്താണ്, ഈ ആരോപണങ്ങളെ അപ്പാടെ തള്ളിക്കളയുന്നതാണോ? ആ നിലയിൽ പ്രതിരോധിക്കുന്നതാണോ ആ വിശദീകരണം? വിജയകുമാർ, ഇക്കാര്യം വളരെ ഗൗരവമായിട്ടുള്ള ഒന്നാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം UDF സർക്കാരിന്റെ കാലത്തെ ബാർ കോഴ ആരോപണം നമുക്ക് അനുഭവമുണ്ട്. മാത്രമല്ല, ഇപ്പോൾ ഈ ഓഡിയോ ശബ്ദ സന്ദേശം പുറത്തു വന്നിരിക്കുന്ന നേതാവ് അടക്കം ഈ UDF സർക്കാരിന്റെ കാലത്തെ കോഴ ആരോപണത്തിന്റെ പേരിൽ അവരുടെ മുൻ സംഘടനയിൽ നിന്ന് പിരിഞ്ഞുപോയ ആൾക്കാരാണ്. അതിനുശേഷമാണ് അവർ ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ രൂപീകരിക്കുന്നതും. ഇനി ഈ അനിമോൻ എന്ന് പറയപ്പെടുന്നയാൾ ആ സംഘടനയുടെ ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്, ഇടുക്കി ജില്ലാ പ്രസിഡന്റുമാണ്. ഇടുക്കിയിലെ അവരുടെ ഗ്രൂപ്പിൽ, ബാർ ഉടമകളുടെ ഗ്രൂപ്പിലാണ് ആ ശബ്ദ സന്ദേശം അയക്കുന്നത്. ആ ശബ്ദ സന്ദേശത്തിൽ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്, സംസ്ഥാന പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനൊരു ഓഡിയോ രേഖ അയക്കുന്നത്. മാത്രവുമല്ല, ഇന്നലെ കൊച്ചിയിൽ വെച്ച പാലാരിവട്ടത്ത് വെച്ച ഒരു എക്സിക്യൂട്ടീവ് യോഗം ചേർന്നു. ആ യോഗത്തിന്റെ തീരുമാനങ്ങൾക്കനുസരിച്ചുമാണ് ശബ്ദരേഖ എന്ന ആധികാരികമായി പറയുകയാണ് അനിമോൻ എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഗൗരവമുള്ള കാര്യം. മാത്രവുമല്ല, ഡ്രൈഡേ ഒഴിവാക്കാൻ, അതേപോലെ തന്നെ സമയക്രമം, ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടാൻ, ഇത് രണ്ടിനുമായി ഒരാൾ 2.5 ലക്ഷം രൂപ നൽകണം. അങ്ങനെ ഇടുക്കിയിൽ നിന്ന് ഒരാൾ നൽകി, മറ്റൊരു ഗ്രൂപ്പ് ഒരു വലിയ എമൗണ്ട് നൽകി എന്നുള്ള വിവരങ്ങളൊക്കെ ആ ശബ്ദരേഖയിലുണ്ട്. പക്ഷെ അതിനെ പ്രതിരോധിച്ച ആ രീതി, അതായത് ആ സംഘടന അതിനെ പ്രതിരോധിക്കുന്നത് അനിമോനെ വിഭാഗീയത പ്രവർത്തനങ്ങളുടെ പേരിൽ
കഴിഞ്ഞ ദിവസം ഇന്നലെ ചേർന്ന എക്സിക്യൂട്ടീവ് യോഗത്തിൽ അദ്ദേഹത്തെ പുറത്താക്കി. അതിനുശേഷം അയാൾ ആ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നൊക്കെയാണ് ഇതിനെ പ്രതിരോധിക്കുന്നത്. മാത്രവുമല്ല, പണപ്പിരിവ്, അതായത് അനുകൂലമായ മദ്യനയം നേടിയെടുക്കാൻ ഏതെങ്കിലും തരത്തിൽ പണപ്പിരിവിന് നിർദ്ദേശിച്ചിട്ടില്ല എന്നും, മാത്രവുമല്ല ഈ ബിൽഡിംഗ് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട ലോൺ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു പിരിവിന് നിർദ്ദേശിച്ചുവെന്നും ഈ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള വി സുനിൽകുമാർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. സ്വാഭാവികമായും ആ വിഷയത്തിലാണ് അവർ തമ്മിലുള്ള തർക്കങ്ങൾ പോകുന്നത്. അതായത് അപ്പാടെ അനിമോനെ തള്ളുകയാണ് ആ സംഘടന എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതേസമയം പ്രതിപക്ഷം ഈ വിഷയം ഏറ്റെടുത്തിട്ടുണ്ട്. അത് വലിയ രാഷ്ട്രീയ വിവാദമായി, രാഷ്ട്രീയ ചർച്ചയായി മാറിയിട്ടുണ്ട്. അതിനെ സർക്കാർ പ്രതിരോധിക്കുന്നത് മദ്യനയവുമായി ബന്ധപ്പെട്ട ആദ്യഘട്ട ചർച്ച മാത്രമാണ് നടന്നിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങളുടെ പേരിൽ പണപ്പിരിവ് നടന്നിട്ടുണ്ടെങ്കിൽ അക്കാര്യത്തിൽ അന്വേഷണം നടക്കും. സർക്കാർ അതിനെ ഗൗരവമായി കാണും, തുടർ നടപടി സ്വീകരിക്കുമെന്ന് സംശയമില്ലാതെ മന്ത്രി എം പി രാജേഷും വ്യക്തമാക്കിയിട്ടുള്ളതും രാഷ്ട്രീയ വിവാദമാകും ആയി മാറി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രതിപക്ഷം ഇത് ഉപയോഗിക്കുക തന്നെ ചെയ്യും. മാത്രവുമല്ല, അക്കാര്യത്തിൽ ഒരുപക്ഷേ ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഇനി സർക്കാർ സൂക്ഷ്മത അക്കാര്യത്തിൽ പുലർത്തും. അടുത്ത മാസം 10-11 തീയതികളിലാണ് മന്ത്രി എം പി രാജേഷ് ബാർ ഉടമകളുടെ പ്രതിനിധികളുമായിട്ടടക്കം ചർച്ച വിളിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഉദ്യോഗസ്ഥതല ചർച്ചയാണ് ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട് നടക്കുന്നതും. വിജയകുമാർ. യെസ്, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞാൽ ഉടൻ നിയമസഭാ സമ്മേളനം ചേരാനിരിക്കുകയാണ്. അതിൻ്റെ തീയതി ഇന്ന് മന്ത്രിസഭായോഗം തീരുമാനിച്ചിട്ടുണ്ട്. അതിനൊക്കെ മുമ്പ് വരുന്ന ഇത്തരം ഒരു വലിയ കോഴ ആരോപണം അത് സഭയ്ക്കകത്തും പുറത്തുമൊക്കെ ഉന്നയിക്കും. പ്രതിപക്ഷം ഇതിനോടകം അത് രാഷ്ട്രീയ ആയുധമാക്കുകയും ചെയ്തിട്ടുണ്ട്. മന്ത്രി എം പി രാജേഷ് രാജിവെക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും ആവശ്യപ്പെട്ടത്. ബാർ ഉടമകളിൽ നിന്ന് കോടികൾ പിരിക്കാനുള്ള നീക്കം ഞെട്ടിപ്പിക്കുന്നതാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. എക്സൈസ് വകുപ്പ് മന്ത്രി രാജിവെച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് മുമ്പ് വലിയ തുക പിരിച്ചെന്നും ഇപ്പോൾ ആവശ്യപ്പെടുന്നത് കുടിശ്ശികയാണെന്നും K സുധാകരനും ആരോപിച്ചു. സർക്കാർ അബ്കാരികളുടെ കയ്യിലാണ് എന്നായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ വിമർശനം. വസ്തുനിഷ്ഠമായ അന്വേഷണം വേണമെന്ന് VM സുധീരനും ആവശ്യപ്പെട്ടു. ആ പ്രതികരണങ്ങളിലേക്കാണ് ഇനി വാർത്താമഴ കടക്കുന്നത്. സബ്ജക്റ്റ് കമ്മിറ്റിയിൽ ഒരു വിഷയം കൊണ്ടുവന്നിട്ട് ആ സബ്ജക്റ്റ് കമ്മിറ്റിയിൽ ഞങ്ങൾ ഒപ്പോസ് ചെയ്തു എന്നുള്ള വിവരം പോലും പുറത്തു പറയാതെ അവർ ബോധപൂർവമായി കള്ളപ്രചരണം നടത്തുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം ഈ ഗവൺമെൻറ് സത്യം പറഞ്ഞാൽ അബ്കാരികളുടെ കയ്യിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രകടമായ തെളിവാണ്. ഫോൺ സംഭാഷണം ശ്രദ്ധിച്ചാൽ നമുക്കറിയാൻ സാധിക്കും അത് കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുത്താലാണ് നടക്കുക എന്നുള്ളത്. പെരുമാറ്റച്ചട്ടം ഒന്ന് കഴിഞ്ഞോട്ടെ എന്നൊക്കെ പറയുന്ന ആ രീതി അതാണ് വരുന്നത്. ഏതായാലും ഇതേക്കുറിച്ച് വസ്തുനിഷ്ഠമായ അന്വേഷണം ആവശ്യമാണ്. അപ്പോൾ അബ്കാരി ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി തരാം തെരഞ്ഞെടുപ്പിന് ശേഷം, പെരുമാറ്റച്ചട്ടത്തിന് ശേഷം എന്നുള്ള ഉറപ്പിന്മേലാണ് ഇപ്പോൾ വ്യാപകമായി സംസ്ഥാനത്ത് ബാർ ഉടമകളുടെ കയ്യിൽ നിന്നും പണം പിരിക്കുന്നത്. ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് എക്സൈസ് മന്ത്രി രാജിവെക്കണം എന്ന് കേരളത്തിൽ പ്രതിപക്ഷം ആവശ്യപ്പെടുകയാണ്. സർക്കാർ അടിയന്തര അന്വേഷണത്തിന് ഉത്തരവിടണമെന്ന് LDF ഇടുക്കി ജില്ലാ കൺവീനർ KK ശിവരാമൻ ആവശ്യപ്പെട്ടു. ഇങ്ങനെ കുറേ ബാർ ഉടമകൾ വിചാരിച്ചാൽ ഒരു ഗവൺമെൻറ് അവർക്ക് വഴങ്ങിക്കൊടുക്കും എന്ന ധാരണ സമൂഹത്തിൽ പടരാൻ പാടില്ല. വളരെ ബോധപൂർവമാണ് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ അനിമോൻ ഇത്തരമൊരു അറിയിപ്പ് അല്ലെങ്കിൽ ഇങ്ങനെ തീരുമാനം ബാർ ഉടമകളെ അറിയിച്ചത് എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് വളരെ ഗൗരവമേറിയ അന്വേഷണം നടത്തേണ്ടതുണ്ട്. PA ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഗിരീഷ്, ഇപ്പോൾ നിയമസഭാ സമ്മേളനം ചേരാൻ ഇന്ന് ക്യാബിനറ്റ് ഗവർണറോട് ശുപാർശ ചെയ്യാൻ പോകുന്നുണ്ട്. അതിൻ്റെ വിവരങ്ങൾ വരുന്നതേ ഉള്ളൂ. ആ സമയത്താണ് സംസ്ഥാനത്താകെ ചർച്ചയാകുന്ന ഒരു കോഴ അതിൻ്റെ ചില വിവരങ്ങൾ പുറത്തു വരുന്നത്. സഭയ്ക്കകത്തും പുറത്തുമൊക്കെ പ്രതിപക്ഷത്തിന് സർക്കാരിനെ നേരിടാൻ കിട്ടുന്ന ഒരു വലിയ ആയുധമായി അടുത്ത ദിവസങ്ങളിൽ ഇത് മാറുമല്ലോ ഉറപ്പായും, അല്ലേ? വിജയകുമാർ, ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന പുതിയ ബാർകോഴ വിവാദം സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. കാരണം വിജയകുമാർ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ 2 ആഴ്ച മാത്രമാണ് ഇനി നിയമസഭാ സമ്മേളനം ചേരാനുള്ളത്. സ്വാഭാവികമായും നിയമസഭയ്ക്കകത്തും പുറത്തും ഇതൊരു വലിയ വിഷയമാക്കി UDF ഉയർത്തുക തന്നെ ചെയ്യും. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കോഴ നടന്നിട്ടില്ലെങ്കിൽ പോലും മദ്യനയവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള പിരിവ് നടക്കുന്നുണ്ട് എന്നുള്ള ഒരു വസ്തുത സർക്കാരിനെയും ഇടതുമുന്നണിയെയും അസ്വസ്ഥരാക്കുകയും ചെയ്യുന്നുണ്ട്, ഇവരെ പ്രതിരോധത്തിലുമാക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ സർക്കാരിനെതിരെ യാതൊരു വിട്ടുവീഴ്ചയും
വേണ്ട എന്ന നിലപാടിൽ തന്നെയാണ് പ്രതിപക്ഷം നീങ്ങുന്നത്. അതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ KPCC പ്രസിഡന്റിൻ്റെയും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെയും ഒക്കെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. കാരണം വലിയ തരത്തിലുള്ള കോഴ, 25 കോടിയിലേറെ രൂപയുടെ കോഴ നടന്നു എന്നുള്ളതാണ് KPCC പ്രസിഡന്റ് ആരോപിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇതിൽ വലിയൊരു ഭാഗം പിരിച്ചു കഴിഞ്ഞു. ഇനിയുള്ളത് കുടിശ്ശികയാണ്. ആ കുടിശ്ശികയുടെ പിരിവാണ് ഇപ്പോൾ നടക്കുന്നത്. എക്സൈസ് മന്ത്രി രാജിവെക്കണം എന്നുള്ളതാണ് KPCC പ്രസിഡന്റ് ആവശ്യപ്പെടുന്നത്. ഈ നിലപാട് ഒന്നുകൂടി ശക്തമാക്കുകയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇത്തരത്തിലുള്ള ഒരു കോഴ, മദ്യനയവുമായി ബന്ധപ്പെട്ട ഒരു കോഴ ഞെട്ടിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ MP രാജേഷ് മന്ത്രിസ്ഥാനം രാജിവെച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കും എന്ന് പ്രതിപക്ഷ നേതാവും വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും UDF ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ലെന്ന സൂചനകൾ പുറത്തു വരുന്നു. അടുത്ത ദിവസം ഒരുപക്ഷെ പ്രത്യക്ഷമായ സമരത്തിലേക്ക് UDF കടന്നേക്കും. ഇക്കാര്യങ്ങളിൽ UDF നേതൃത്വം ആലോചിച്ചായിരിക്കും ഒരു കൂട്ടായ തീരുമാനമെടുക്കുക. ഏതായാലും ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ കയ്യിൽ വീണ് കിട്ടിയിരിക്കുന്ന ഈ ഒരു അവസരം അതിനെ വിട്ടുകളയേണ്ട. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ബാർക്കോഴ വിവാദത്തെ എങ്ങനെയാണോ CPIM അതോടൊപ്പം തന്നെ LDF നേരിട്ടത്, അതേ രീതിയിൽ തന്നെ ഈ വിഷയത്തെ നേരിടാൻ തന്നെയാണ് പ്രതിപക്ഷം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. വിജയകുമാർ. യെസ്, VA ഗിരീഷാണ് വിവരങ്ങൾ നൽകിയത്. UDF സർക്കാരിൻ്റെ കാലത്ത് ഉയർന്നു വന്ന ആരോപണം, ആ ആരോപണത്തോട് ഇടതുമുന്നണി അന്നത്തെ പ്രതിപക്ഷം സ്വീകരിച്ച സമീപനം നമ്മൾ കണ്ടതാണ്. അതിന് സമാനമായ പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവരും എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. UDF അക്കാര്യത്തിൽ കൂട്ടായ തീരുമാനമെടുക്കും. നിയമസഭയ്ക്കകത്തും പുറത്തും ഇത് സജീവ ചർച്ചയാക്കും എന്നാണ് പ്രതിപക്ഷ നിരയിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മലപ്പുറം, വയനാട് ഒഴികെയുള്ള 12 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. ആലുവയിലും കളമശ്ശേരിയിലും വെള്ളക്കെട്ട് അതിരൂക്ഷമാണ്. തൃശൂർ ജില്ലയിലും മഴക്കെടുതിയിൽ വലയുകയാണ് ജനങ്ങൾ. കനത്ത മഴയിൽ കണ്ണൂർ വിമാനത്താവളത്തിന്റെ ചുറ്റുമതിൽ തകർന്നു. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്നും, വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്നും, സൂരജ് സജി തൃശൂരിൽ നിന്നും വിവരങ്ങൾ നൽകും. സജോ, ഈ വിമാനത്താവളത്തിന്റെ ചുറ്റുമതിൽ ഇടിയുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ അപകടമാണ്. എന്താണ് അവിടെ സംഭവിച്ചത്? അതിശക്തമായ മഴയാണോ അവിടെ പെയ്യുന്നത് ഇപ്പോൾ? വിജയകുമാർ, ഇപ്പോൾ കണ്ണൂരിൽ അതിശക്തമായ മഴയില്ല. പുലർച്ചെ വരെ, അർദ്ധരാത്രി മുതൽ രാത്രി മുഴുവൻ മഴയായിരുന്നു. പുലർച്ചെ വരെയും ശക്തമായ മഴയായിരുന്നു. ഇപ്പോൾ ജില്ലയുടെ വിവിധയിടങ്ങളിൽ മഴ മാറി നിൽക്കുന്നുണ്ട്. ഇടവിട്ട മഴ മാത്രമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, കണ്ണൂർ വിമാനത്താവളം ഇരിക്കുന്നത് ഒരു ഉയർന്ന പ്രദേശത്താണ്. അവിടെ നിന്ന് വെള്ളമെല്ലാം കനാൽ വഴി, പ്രത്യേക കനാൽ വഴിയാണ് താഴേക്ക് ഒഴുക്കുന്നത്. അപ്പോൾ വലിയ തോതിൽ വെള്ളം കുത്തിയൊലിച്ചെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ കുത്തിയൊലിച്ചെത്തിയ വെള്ളമാണ് വിമാനത്താവളത്തിൻ്റെ കോമ്പൗണ്ടിൻ്റെ ചുറ്റുമതിലിൻ്റെ ഒരു ഭാഗം തകർത്ത് പിന്നീട് അവിടെയുള്ള വീടുകളിലേക്ക് മറ്റും കയറുന്ന സാഹചര്യം ഉണ്ടായത്. അത് ഏതാണ്ട് ഒരു അർദ്ധരാത്രിയോടുകൂടിയാണ് വലിയ തോതിൽ വെള്ളം കുത്തിയൊലിച്ച് എത്തിയത്. വീടുകളിലെല്ലാം, പല വീടുകളിലും വെള്ളം കയറി. ചില വാഹനങ്ങളുമൊക്കെ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന സാഹചര്യം വന്നു. സമീപത്തെ ഒരു വർക്ക്ഷോപ്പിലും വെള്ളം കയറി. ആ മതിൽക്കെട്ടിൻ്റെ ഒരു ഭാഗം തകർന്നിട്ടുണ്ട്. അതിലൊരു കനാലുകളൊക്കെ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും കനാൽ ഒതുക്കി നിർമ്മിച്ചതുകൊണ്ടും അശാസ്ത്രീയമായി നിർമ്മിച്ചതുമാണ് ഈ അപകടത്തിലേക്ക് നയിച്ചത്. അങ്ങനെ വരുമ്പോൾ കനാലിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത ജലം കുത്തിയൊലിച്ച്, അതായത് വളരെ ഉയരത്തിൽ നിന്നാണ് ഇത്രയധികം വെള്ളം, കനത്ത മഴയുണ്ടായിരുന്നു, ഈ വെള്ളം മുഴുവൻ കുത്തിയൊലിച്ച് എത്തുന്നത്. അതാണ് ആ മതിൽ തകർക്കാൻ ഇടയാക്കിയത്. സമാനമായ രീതിയിൽ തന്നെ മയിൽ ഭാഗത്തും വെള്ളക്കെട്ട്, വലിയ തോതിൽ കനത്ത മഴയുണ്ടായിരുന്നു. വീടിൻ്റെ മതിൽ ഇടിഞ്ഞ് തകർന്നു വീഴുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ ജില്ലയെ സംബന്ധിച്ച് പൊതുവിൽ പരിശോധിക്കുമ്പോൾ വലിയ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമില്ല. എന്നാൽ ജാഗ്രത വേണം. പഴശ്ശി ബാരേജിൻ്റെ ഷട്ടർ തുറക്കും എന്ന് ജില്ലാ ഭരണകൂടം അല്പസമയം മുൻപ് അറിയിച്ചിട്ടുണ്ട്. അവിടെയും ജലനിരപ്പ് വലിയ തോതിൽ ഉയരുന്നുണ്ട്. മലയോര മേഖലകളിൽ അതിശക്തമായ മഴ ലഭ്യമാകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായാണ് പഴശ്ശിയിലേക്ക് കൂടുതൽ ജലം എത്തുന്നത്. അവിടുന്ന് ഡാമിൽ നിന്നുകൂടി ഷട്ടർ തുറക്കുന്നതോടുകൂടി കൂടുതൽ വെള്ളം താഴേക്ക് എത്തുന്നുണ്ട്. അതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണം എന്ന നിർദ്ദേശം ജില്ലാ ഭരണകൂടം ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ഈ ഇടങ്ങളിൽ നിന്നൊക്കെ വെള്ളം വാർന്നു പോയിട്ടുണ്ട്. കാരണം ഇപ്പോൾ മഴയുടെ ഒരു ശക്തി കുറഞ്ഞതും മഴ ഒരു അല്പം മാറി നിൽക്കുകയാണ് വിവിധയിടങ്ങളിൽ. പക്ഷേ ഇടവിട്ട മഴ മറ്റിടങ്ങളിൽ, ജില്ലയുടെ വിവിധയിടങ്ങളിൽ ലഭ്യമാവുകയും ചെയ്യുന്നുണ്ട്. യെസ്, സജോ ദേവസ്യാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. വിഷ്ണു, കഴിഞ്ഞ 2 ദിവസമായി കൊച്ചി വെള്ളക്കെട്ടിൽ വലയുകയാണ്. ഇന്നലെ രാത്രിയിലും ഇന്ന് രാവിലെയുമായി പെയ്ത മഴയിൽ എനിക്ക് തോന്നുന്നത് നഗരത്തിനു പുറത്തുമുള്ള താഴ്ന്ന പ്രദേശങ്ങളാകെ മുങ്ങിയിട്ടുണ്ട്. എന്താണ് പുതിയ സാഹചര്യം? ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കൊക്കെ ആളുകളെ മാറ്റേണ്ടി വന്നു ഇന്നലെ തന്നെ. കൂടുതൽ ആളുകളെ മാറ്റേണ്ടി വരുമോ ഈ നിലയിലാണെങ്കിൽ? വിജയകുമാർ, നിലവിൽ മഴ മാറി നിൽക്കുകയാണെന്നുള്ളതാണ് ആശ്വാസം. യെല്ലോ അലേർട്ടാണ് ജില്ലയിലുള്ളത്. കഴിഞ്ഞ 2 ദിവസത്തെ മഴയുമായി ബന്ധപ്പെട്ട് വെള്ളക്കെട്ട് എല്ലായിടത്തും രൂപപ്പെട്ടിട്ടുണ്ട്. നേരത്തെ സംഭവിച്ചതുപോലെ തന്നെയാണ് ഇത്തവണയും മാറ്റമൊന്നുമില്ല. പ്രത്യേകിച്ച് കളമശ്ശേരി, ആലുവ പോലുള്ള പ്രദേശങ്ങളിലാണ് ഈ വെള്ളക്കെട്ട് രൂക്ഷം. എറണാകുളം, ആലുവ പ്രധാന പാത പോലും ഇന്ന് വെള്ളത്തിലടിയിലാവുന്ന കാഴ്ച നമ്മൾ കണ്ടു. അവിടെ ഇപ്പോഴും വെള്ളക്കെട്ട് തുടരുകയാണ്. ഈ ഓടകളൊന്നും കാര്യമായി വൃത്തിയാക്കാത്തതാണ് ഈ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് പൊതുവെ ഉയർന്നു വരുന്ന വിമർശനം. എറണാകുളം നഗരത്തിലും സമാനമായ സാഹചര്യം തന്നെയുണ്ട്. ഓപ്പറേഷൻ
ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ ഒക്കെ MG റോട്ടിൽ വളരെ കാര്യക്ഷമമായി പ്രവർത്തിച്ചെങ്കിലും മറ്റിടങ്ങളിലേക്ക് കടവന്ത്ര, പനമ്പള്ളി നഗർ അല്ലെങ്കിൽ കലൂർ പോലുള്ള പ്രദേശങ്ങളിലൊന്നും കാര്യമായി അത് വർക്കായിട്ടില്ല എന്നുള്ളതാണ് ഉയരുന്ന ആക്ഷേപം. മഴ കൂടുതൽ ശക്തമാവുകയും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് വീണ്ടും രൂക്ഷമായാൽ ഒരുപക്ഷെ ക്യാമ്പുകൾ തുറക്കേണ്ടി വരും. നിലവിൽ തൃക്കാക്കര നഗരസഭയിലാണ് ഒരു ക്യാമ്പ് തുറന്നിട്ടുള്ളത്. അത് ഈ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് ആശങ്ക നിലനിൽക്കുന്നതുകൊണ്ടാണ് 9 കുടുംബങ്ങളെ അങ്ങോട്ടേക്ക് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്. പെരിയാറിന്റെ തീരത്തുള്ള ആളുകൾ ജാഗ്രത പുലർത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം ജലാശയങ്ങളിലേക്ക്, ഉൾനാടൻ മത്സ്യബന്ധനത്തിലേക്ക് പോകുന്ന ആളുകൾ മഴ ഉള്ളപ്പോൾ അത്തരത്തിലുള്ള നടപടിയിലേക്ക് കടക്കരുത് എന്ന് ശക്തമായ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകുന്നുമുണ്ട്. വിജയകുമാർ. യെസ്, വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു. കൊച്ചിയിൽ പലയിടത്തും റോഡുകളിലും വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് ചേരും. സൂരജ്, തൃശ്ശൂരിലെ സാഹചര്യം എന്താണ്? അവിടെ റൗണ്ടിൽ വലിയ മരം വീണു താഴേക്ക്, അപകടം ഒഴിവായത് അത്ഭുതകരമായാണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നാശനഷ്ടത്തിൻ്റെ കണക്കുകൾ അവിടുന്ന് വരുന്നുണ്ട്. എന്താണ് തൃശ്ശൂരിലെ സാഹചര്യം? മഴ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ടോ ഇപ്പോൾ? വിജയകുമാർ, മഴക്കെടുതി തൃശ്ശൂരിൽ വളരെ രൂക്ഷമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. 12 മണിക്ക് ശേഷം മഴ അല്പം മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നഗരത്തിലുള്ളത്. പക്ഷേ ഗ്രാമീണ മേഖലയിലെല്ലാം തന്നെ മഴ തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ മലയോര മേഖലകളിലും കനത്ത മഴയാണ് രേഖപ്പെടുത്തുന്നത്. പെരിങ്ങൽകുത്ത് ഡാമിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ തോതെല്ലാം വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. നഗരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ന് ഈ ജനറൽ ആശുപത്രിക്ക് സമീപത്താണ് വലിയ മരം കടപുഴകി വീഴുന്നത്. ഒരു ബസ് അതുവഴി പാസ് ചെയ്ത് സെക്കൻഡുകൾക്കുള്ളിൽ മരം മറിഞ്ഞു വീഴുകയായിരുന്നു. അതിനടിയിൽപ്പെട്ട് 2 പെട്ടിയോട്ടോകൾ തകരുകയും ചെയ്തു. തൊട്ടു പിന്നാലെ പൂങ്കുന്നത്തും സമാനമായ ഒരു സാഹചര്യമുണ്ടായി. ഒരു വൻമരം കടപുഴകി വീഴുന്ന ഒരു സാഹചര്യമുണ്ടായി. അവിടെയും ഈ ഗതാഗതം ഏറെ നേരം തടസ്സപ്പെട്ടു. പിന്നീട് ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു മാറ്റിയാണ് 2 ഇടങ്ങളിലും ഗതാഗതം സുഗമമാക്കിയത്. തൃശ്ശൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ തേക്കിൻകാട് മൈതാനിയിൽ ഏറെ ചരിത്ര പ്രാധാന്യമുള്ള ശക്തൻ തമ്പുരാന്റെ കാലത്ത് നിർമ്മിച്ച വിദ്യാർത്ഥി കോർണറിന്റെ അടിത്തറ ഇളകി വീഴുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. വലിയ കരിങ്കൽ കെട്ടുകളായിരുന്നു. അത് ശക്തമായ മഴയിൽ ഇടിഞ്ഞു വീഴുകയായിരുന്നു. ഇതേ തുടർന്ന് ഈ വിദ്യാർത്ഥി കോർണർ തന്നെ ഒരു ഭീഷണിയിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും കൊച്ചിൻ ദേവസ്വം ബോർഡ് അധികൃതർ അവിടെ എത്തി സ്ഥലം സന്ദർശിച്ചുകൊണ്ട് അടിയന്തരമായി ഇത് പുനർനിർമ്മിക്കുന്നതിനുള്ള നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. എന്തായാലും തൃശ്ശൂരിൽ കനത്ത മഴ തന്നെ രേഖപ്പെടുത്തുന്നുണ്ട്. അല്പസമയമായി നഗരപ്രദേശത്ത് ഈ മഴ വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. വിജയകുമാർ. യെസ്, സുരേഷ് സജിയാണ് വിവരങ്ങൾ നൽകിയ തൃശ്ശൂരിൽ നിന്ന്. പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പ് 1 മണിക്ക് ശേഷമാണ് വരുന്നത്. എറണാകുളത്തൊക്കെ ഇപ്പോൾ യെല്ലോ അലേർട്ടാണ്, പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു ഓറഞ്ച് അലേർട്ടിൻ്റെയൊക്കെ മഴ ഇവിടെ പെയ്യുന്നുണ്ട്. അപ്പോൾ പുതിയ മുന്നറിയിപ്പ്, പുതിയ കാലാവസ്ഥാ ബുള്ളറ്റിൻ വരുമ്പോഴറിയാം എന്താണ് സംസ്ഥാനത്തെ സാഹചര്യം. ഏതായാലും അടുത്ത 3-4 ദിവസം കനത്ത മഴയാണ് എന്നതാണ് പൊതുവേ കാലാവസ്ഥാ വിദഗ്ധരൊക്കെ ചൂണ്ടിക്കാട്ടുന്നത്. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക് വാർത്താമഴ കടക്കുന്നു. കേദാർനാഥിൽ ഹെലികോപ്റ്റർ അടിയന്തര ലാൻഡിംഗ് നടത്തി. വൻ അപകടമാണ് അവിടെ ഒഴിവായത്. പൈലറ്റ് അടക്കം 7 പേരും സുരക്ഷിതരാണ് എന്നറിയുന്നു. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. സ്മിത ഹരിദാസ് വിവരങ്ങൾ നൽകും ന്യൂസ് ഡെസ്കിൽ നിന്ന്. സ്മിത, ഇപ്പോൾ കേദാർനാഥിലേക്ക് തീർത്ഥാടകരുടെ പ്രവാഹമാണ്. മഞ്ഞുകാലത്തിന് ശേഷം അത് ക്ഷേത്രനട തുറന്നപ്പോൾ മുതൽ ഇങ്ങനെ ഹെലികോപ്റ്ററിലൊക്കെ ആളുകൾ എത്തുന്നുണ്ട്. ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്കറിയാം എത്ര ബുദ്ധിമുട്ടിയാണ് ആ ഹെലികോപ്റ്റർ അവിടെ ഇറക്കിയിരിക്കുന്നത് എന്നത്. എന്താണ് സംഭവിച്ചത്? അതിൻ്റെ യന്ത്രത്തകരാറിൻ്റെ വിവരങ്ങൾ, അതുപോലെ ഈ യാത്രക്കാരൊക്കെ സുരക്ഷിതരാണല്ലോ അല്ലേ? ആർക്കും ഒരു അപകടവും ഇല്ലാതെ അവരെ മുഴുവൻ പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. അവസാന നിമിഷം അത് ലാൻഡ് ചെയ്യുന്ന സമയത്ത് പലയിടത്ത് തട്ടി ആടി ഉലഞ്ഞാണ് ഇറങ്ങുന്നത്. പക്ഷെ അപ്പോഴും സുരക്ഷിതരാണ് എല്ലാവരും എന്ന് ഉറപ്പിക്കാം അല്ലേ? അതെ,
അതുതന്നെയാണ് ഈ അപകടത്തിന്റെ ദൃശ്യങ്ങൾ കണ്ടാൽ നമുക്ക് ഒരു ആശങ്ക തോന്നും. പക്ഷേ 6 യാത്രക്കാരും ഒരു പൈലറ്റും 7 പേരാണ് ഉണ്ടായിരുന്നത് ആ ഹെലികോപ്റ്ററിൽ. അവരെല്ലാവരും സുരക്ഷിതരാണ് എന്നുള്ള ആശ്വാസകരമായ വാർത്തയാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്നതും. ഈ അപകടത്തെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അപകടത്തിന്റെ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് കാണാം, അതിസാഹസികമായി തന്നെയാണ് ഈ ഹെലികോപ്റ്റർ താഴേക്ക് ലാൻഡ് ചെയ്യുന്നത്. കേദാർനാഥിൽ നിന്ന് രാവിലെ പുറപ്പെട്ട് അല്പസമയത്തിനകം തന്നെ ഇതിന്റെ മോട്ടോറിന്, അതിന്റെ ടെയിലിലുള്ള ഒരു മോട്ടോറിന് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അതിന്റെ സാങ്കേതികതയൊക്കെ പിന്നീട് പുറത്തു വരേണ്ടിയിരിക്കുന്നു. അതിനൊരു തകരാറുണ്ടെന്നും ആടി ഉലയുന്നതായ ഒരു ശ്രദ്ധയിൽപ്പെടുന്നു പൈലറ്റിന്റെ. അതേ തുടർന്ന് പെട്ടെന്ന് തന്നെ അടിയന്തരമായി തന്നെ ലാൻഡ് ചെയ്യണം എന്നുള്ള നിർദ്ദേശം. പക്ഷേ പിന്നീട് കാണുന്നത് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ നിന്നു തന്നെ കാണാം, എത്ര സാഹസികമായി വളരെ അപകടം പിടിച്ച വെല്ലുവിളി നിറഞ്ഞ ഒരു ലാൻഡിംഗ് ആയിരുന്നു, എമർജൻസി ലാൻഡിംഗ്. അവിടെ ഇവിടെ തട്ടി 2-3 തവണ മറിഞ്ഞ് ഈ ദൃശ്യങ്ങൾ വല്ലാതെ വൈറലായി കഴിഞ്ഞിരിക്കുന്നു. ഈ നിമിഷങ്ങൾക്കകം തന്നെ മില്യൺസ് ഈ ദൃശ്യങ്ങൾ കണ്ടു എന്നുള്ളതാണ്. അതെ, ഉറപ്പായും അതാണ് സ്മിത. എന്തായാലും ഒരു അത്ഭുതകരമായ രക്ഷപ്പെടൽ തന്നെയാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ അറിയാം, അങ്ങേയറ്റം പരിചയസമ്പന്നനായ ഒരാളാണ് അതിനെ നിയന്ത്രിച്ചത്. അതുകൊണ്ട് അപകടം ഒഴിവായി. നമുക്ക് ഹൃദയമിടിപ്പ് നിലച്ചു പോകുന്ന തരത്തിൽ എന്ന് വേണമെങ്കിൽ പറഞ്ഞാൽ ഒട്ടും അതിശയോക്തിയില്ല. അത്രത്തോളം സങ്കീർണമായിരുന്നു ആ സാഹചര്യം എന്ന് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. സ്മിത ഹരിദാസാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. റിപ്പോർട്ടോടെയും വാർത്താമഴ അവസാനിക്കുന്നു.